ഞാൻ മുന്നേ ഒരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു ബിഗിനേഴ്സിന് വേണ്ടിയിട്ട് ഈ മെഷീൻ എങ്ങനെ യൂസ് ചെയ്യാമെന്നൊക്കെ പറഞ്ഞിട്ട്. ഇനി ബിഗിനേഴ്സിന് വേണ്ടിയിട്ട് തന്നെയാണ് ഈ വീഡിയോ ചെയ്യുന്നത്. നമ്മളെങ്ങനെ ആദ്യമായിട്ട് സ്റ്റിച്ചിങ് എങ്ങനെ സ്ട്രൈറ്റ് ആയിട്ട് ഇടാമെന്നൊക്കെ. ആദ്യം അതിന് വേണ്ടിയത് നമ്മളൊരു ലൈനിങ് തുണി, ഇതിന് വേണ്ടി ഞാൻ ലൈനിങ് ക്ലോത്ത് എടുത്തിട്ടുണ്ട്. വേസ്റ്റായ ഒരു ലൈനിങ് ക്ലോത്തിൽ സ്ട്രൈറ്റ് ആയിട്ട് ലൈൻ വരയ്ക്കും. സ്ട്രൈറ്റ് ആയിട്ട് എങ്ങനെ സ്റ്റിച്ച് ഇടാൻ പഠിക്കും. ഫസ്റ്റ് സ്ട്രൈറ്റ് ആയിട്ട് ലൈൻ വരച്ചിട്ട് അതിൻ്റെ മേലെ കൂടെ സ്റ്റിച്ച് ചെയ്ത് നോക്കാം. പിന്നെ സ്കാലപ്പ് ഡിസൈന്, പിന്നെ സിഗ്സാഗ് ഡിസൈൻ, ഇങ്ങനെയൊക്കെ ഡിസൈനുകളൊക്കെ വരച്ചിട്ട് അതിൽ കൂടെ ഒക്കെ എങ്ങനെ സ്റ്റിച്ച് ചെയ്യുക. അങ്ങനെ നമ്മൾ വരച്ചുകൊണ്ട് സ്റ്റിച്ച് ചെയ്യുമ്പോൾ നമുക്ക് കറക്റ്റായി നമുക്ക് നമ്മുടെ കൺട്രോളിലാക്കാൻ പറ്റും മെഷീനെ. നമ്മുടെ സ്റ്റിച്ച് എങ്ങനെ ചെയ്യാനൊക്കെ പറ്റും എന്നൊക്കെ ഉണ്ട്. ആദ്യം നമ്മൾ തുണീനെ വെച്ചതിന് ശേഷം കൈ കൊണ്ട് ലൈറ്റായിട്ട് ഒന്ന് പിടിക്കുക. ജസ്റ്റ് പിടിച്ചാൽ മതി, പിടിച്ച് വലിക്കരുത്. എന്നിട്ട് മെഷീന് ഓടുന്നതിനനുസരിച്ച് തുണി വിടുക. അപ്പോൾ നമുക്ക് നല്ല നീറ്റായിട്ട് സ്ട്രൈറ്റ് ആയിട്ടുള്ള സ്റ്റിച്ചൊക്കെ വരും. പിന്നെ സ്കാലപ്പ് ഡിസൈന്, അത് നമ്മൾ ജസ്റ്റ് ഫൂട്ടൊന്ന് തൂക്കി കൊടുത്തിട്ട് നമ്മൾ കൈ കൊണ്ട് ഇങ്ങനെ ആ ഡിസൈൻ അനുസരിച്ചിട്ട് ഇങ്ങനെ തുണീനെ മാറ്റി കൊടുത്താൽ മതി. സ്കാലപ്പ് ഡിസൈനും സിഗ്സാഗ് ഡിസൈനും ഒക്കെ വളരെ ഈസി ആയിട്ട് നമ്മളത് കുറേ പ്രാവശ്യം ഓരോ തുണിയിൽ ഇങ്ങനെ വരച്ചിട്ട് പഴകിയാൽ മതി. ഇത് ലോങ് വീഡിയോ കണ്ട് പറഞ്ഞാൽ എന്താ ചിലപ്പോൾ നിർത്തി കാണിച്ചു തരുന്നൊക്കെ ഉണ്ട്. പക്ഷെ എന്താ പറയുക, വലിയ വീഡിയോ. അതുകൊണ്ടാണ് ഞാൻ ജസ്റ്റ് ഒന്ന് പറഞ്ഞു തരുന്നത്. അതിനനുസരിച്ച് ആദ്യം നമ്മളൊരു തുണി എടുത്തിട്ട് അതിൽ വരച്ചിട്ട് നമ്മൾ ഇങ്ങനെ അടിച്ച് പഴകണമെങ്കിൽ നമുക്ക് കറക്റ്റായിട്ട് സ്റ്റിച്ചൊക്കെ നന്നായിട്ട് വരും. ആ സിഗ്സാഗിൻ്റെ ഓരോന്നിടത്ത് നിർത്തിയിട്ട് ഫുഡ് തൂക്കുക, എന്നിട്ട് അതേപോലെ നിർത്തിയിട്ട് ഫുഡ് തൂക്കിയിട്ട് അടിക്കുക. ഇങ്ങനെ തെച്ചുകൊണ്ടിരുന്ന് പറഞ്ഞാൽ കറക്റ്റ് എന്താണ് സിഗ്സാഗ്. ഇതൊക്കെ നമ്മൾ എന്തിനാണ് പഠിക്കുന്നത് വെച്ചാൽ നമുക്ക് എന്താ പറയുക, കഴുത്തിൻ്റെ ഡിസൈനും അതിനൊക്കെ സ്റ്റിച്ച് ഇടാൻ പഠിക്കണമെങ്കിൽ നമ്മളങ്ങനത്തെ ഡിസൈനൊക്കെ വരച്ചിട്ട് നമ്മൾ അതിൽ കൂടെ സ്റ്റിച്ചിട്ട് പഠിക്കണം. അപ്പോൾ നമുക്ക് നന്നായിട്ട് വരും. ബിഗിനേഴ്സിന് ഈ വീഡിയോ യൂസ്ഫുൾ ആണെന്ന് വിചാരിക്കുന്നു. കൂടുതലായിട്ട് പ്രാക്ടീസ് ചെയ്ത് സ്റ്റിച്ച് ചെയ്ത് പഠിക്കുക. ഇഷ്ടമായ ലൈക്ക് ചെയ്യുക. താങ്ക്സ് ഫോർ വാച്ചിങ്.